ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴയെല്ലാം ഒന്ന് കുറഞ്ഞിട്ടുണ്ടോ? ഇവിടെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പം നല്ല വെയിലുണ്ട്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് മഴയുടെ ഒരു ഇത് വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അങ്ങ് മാറുന്നുണ്ട്. അപ്പം ഇന്നിപ്പോൾ കുറച്ച് വെയിൽ, ഇടയ്ക്ക് മഴയുടേത് വന്നാലും പെയ്യുന്നില്ല, വെയിലുണ്ട്. അപ്പം നമ്മുടെ ചെടിയെല്ലാം നാശമായി. മഴ വന്ന് നമുക്കൊന്നും ശ്രദ്ധിക്കാനും പറ്റാത്ത അവസ്ഥയിൽ എല്ലാ ചെടികളും ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മാറി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വെയിലാണ് നല്ലത്. എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിക്കുന്ന പാടേ ഉള്ളായിരുന്നു. ഇപ്പോൾ എല്ലാ ചെടികളും കണ്ടോ, എല്ലാം 10 മണിയെല്ലാം പോയി, എല്ലാം പോയി. എല്ലാ ചെടികളും ഒരു വല്ലാത്ത അവസ്ഥയിൽ നമുക്ക് വെള്ളം ഒഴിക്കണ്ട എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് മുകളിൽ താമര വയ്ക്കുന്നത് കാരണം ഈ അടീനിയൊക്കെ ഞാൻ താഴെ കൊണ്ട് വച്ചായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ലീഫെല്ലാം പോയി മഴയായത് കാരണം. ഇനിയിപ്പം അവിടെ തറയിൽ എവിടെയെങ്കിലും വയ്ക്കണം. ഇത് ചെറിയ ചട്ടിക്കകത്താണ് നിൽക്കുന്നത്, അതിന് വേണ്ടിയും കൂടെയാണ് ഞാൻ താഴെ കൊണ്ടുവന്നത്. അപ്പോൾ അത് വയ്ക്കാനായിട്ടും പറ്റിയില്ല ഇതുവരെ ആയിട്ടും. അവിടെ എല്ലാം കാട് പോലെ വേണ്ടാത്ത ചെടികളും എല്ലാം വളർന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് പൊന്നാങ്കണ്ണി ചീരയും എല്ലാം ചീത്തയായി പോയി എല്ലാം. ഇനി ഒന്നേന്നെടുത്ത് നമുക്ക് നട്ടാൽ അത് പിടിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ഓർക്കിഡൊക്കെ അതിനൊക്കെ കുഴപ്പമില്ല, അത് മുകളിലോട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാരണം വൈറ്റതെല്ലാം വിരിഞ്ഞൊക്കെ നിൽപ്പുണ്ട്, അതിന് പ്രശ്നമില്ല. പിന്നെ ഇതിൽ കുറച്ച് ഞാൻ ആമ്പൽ നട്ടേക്കുമായിരുന്നു താഴെ, അതും വെള്ളമെല്ലാം ചീത്തയായി ഒരുമാതിരി ഇരുന്ന്. അപ്പോൾ ഇന്ന് അതെല്ലാം റെഡിയാക്കിയിട്ട് കുറച്ച് വാട്ടർ പ്ലാന്റ്സ് കൊണ്ടുവന്ന് ഇതിനകത്ത് ഇട്ടായിരുന്നു. അപ്പോൾ അതാണ് ഇതിനകത്ത്. പിന്നെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു കളറാണ് ഉണ്ടായിരുന്നത്, അതിനെല്ലാം ഒടിച്ചൊടിച്ച് കട്ട് ചെയ്തൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചെടി അങ്ങനെ മുകളിൽ എല്ലാം ഇതായിട്ട് നിൽപ്പുണ്ട്. കുറേയൊക്കെ നല്ലവണ്ണം വൃത്തിയാക്കാനായിട്ട് ഇന്ന് പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ആമ്പലാണ്, രാത്രിയിൽ വിരിയുന്നത് കാണാൻ വേണ്ടി ഞാൻ കൊണ്ടുവച്ചതായിരുന്നു, പക്ഷേ അത് കാണാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് നല്ല വലുതാണ് അതിൻ്റെ ബഡ്ഡുകൾ വരുന്നത്. അതിൻ്റെ ബഡിൽ നിന്ന് തന്നെയാണ് ഇതിൽ നിന്ന് തന്നെയാണ് ലീഫ് വന്നിട്ട് നമുക്ക് പുതിയ പുതിയ പ്ലാന്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ ഫ്ലവർ എനിക്ക് കാണാൻ പറ്റിയില്ല, അപ്പോൾ അതങ്ങനെ എടുത്തുകൊണ്ട് വെച്ചതായിരുന്നു ഞാൻ കാണാൻ വേണ്ടി. പക്ഷേ കാണാനായിട്ട് പറ്റിയിട്ടില്ല ഇതുവരെ. പിന്നെ ഇത് ബോഗൺവില്ലയുടെ കട്ടിങ്സ് എല്ലാം കുറേയൊക്കെ എടുത്ത് ഞാൻ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ അത് പിടിക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊക്കെ ദാണ്ടെ മുകളിൽ ഇരുന്ന എല്ലാ പ്ലാന്റ്സും ഞാൻ താഴോട്ട് മതിലിലാണ് വെച്ചത് കേട്ടോ. മതിലിൽ ഈ കാറ്റ് വന്നത് കാരണം കാറ്റ് വന്ന് എല്ലാം തറയിൽ അപ്പുറത്താണ്, ഇപ്പുറത്തുമല്ല, താഴെ എല്ലാം വന്ന് വീണ്. നമ്മുടെ മുളക് ഇഷ്ടം പോലെ മുളകായിരുന്നു. ഈ ഒരു ടബിൽ, ഈ ഒരു ചെടിച്ചട്ടിയിൽ നിറയെ മുളകായിരുന്നു. തറയിൽ വന്ന് വീണ് എല്ലാം പോയി. അതും ഒരു പാത്രം നിറയെ മുളകുണ്ടായിരുന്നു. ഇതിനി ഒരെണ്ണം ഇതുപോലെ ഒടിഞ്ഞ് വന്നതായിരുന്നു. ഞാൻ പിന്നെ ഒരു കമ്പൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ദാണ്ടെ മുളക് നിൽക്കുന്നുണ്ട് ഇഷ്ടം പോലെ. ഒടിഞ്ഞു പോയതിൽ ഇഷ്ടം പോലെ മുളകുണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിലാണ്, അങ്ങ് താഴെ കുഴിയാണ്, അവിടേക്ക് അങ്ങ് കാറ്റത്തങ്ങ് വീണ് ഈ മതിൽ നിറയെ ഇപ്പോൾ അത് വെച്ചേക്കുവാണ്. ദാണ്ട് ഇതിൽ മുളകാണ് കണ്ട വീണ് ഒടിഞ്ഞു പോയി. ഇനിയിപ്പോൾ അത് പിടിക്കത്തില്ല, അതിൽ നിന്ന് എടുക്കണം കേട്ടോ. മുളക് കണ്ട അപ്പം ഇന്നത്തെ നല്ല വെയിലുണ്ടല്ലേ, കാണാൻ പറ്റുന്നുണ്ടോ? ഈ മുളകിനെ ഇനി പറിച്ചെടുക്കണം. ഇത് ഒടിഞ്ഞു പോയി, ഇതും തറയിലങ്ങ് വീണായിരുന്നു. അപ്പോൾ എല്ലാം അങ്ങനെ നശിച്ചു ഈ മഴ കാരണം. വെയിലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് എന്നും സൂക്ഷിക്കണമെന്നേ ഉള്ളായിരുന്നു. ഇപ്പം മഴ മാത്രമെങ്കിലും പ്രശ്നമില്ല. ഇതായിരുന്നു കാറ്റായിരുന്നു, അതാണ്. ഇതൊരു ചെമ്പരത്തിയാണ് കണ്ടോ, ബഡ് വന്ന് നാളെ വിരിയും. സാധാ ചെമ്പരത്തിയാണ്. പിന്നെ ഇങ്ങനെ കുറേ ചെടികളുണ്ട്. ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കുറഞ്ഞ റേറ്റിന് ഞാൻ തന്നേക്കാമേ. എനിക്ക് സ്ഥലമില്ല, അപ്പോൾ ഇതങ്ങ് ഒഴിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. വല്ലതും വന്ന് എൻ്റെ സൈഡിലൊക്കെ കിടന്നു കഴിഞ്ഞാലും നമുക്കറിയാൻ പാടില്ല. ഇതെല്ലാം കൂടുതലും മണി പ്ലാന്റൊക്കെ തന്നെയാണ്. ആവശ്യമുള്ളവർ ചോദിച്ചാൽ ഞാൻ തരാം. ഇതെല്ലാം ഇത്രയും ഉണ്ട്. പിന്നെ ഈ പ്ലാന്റ് ഉണ്ട്, ഇത് വാടി പോകുന്നത് എന്തുകൊണ്ടാണ് എന്തോ പിന്നെ ഇത് അങ്ങനെ കുറേ പ്ലാന്റ്സുകൾ തന്നെ അങ്ങ് ഒഴിവാക്കാമെന്ന് വിചാരിക്കുകയാണ്. കുറേ മഴ പെയ്ത് ഒരുമാതിരി ആയിപ്പോയി എല്ലാം. പുറകിലാണെങ്കിലും എല്ലാം ഇത് അങ്ങനെ ആയിപ്പോയത്. പുറകിലൊക്കെ പിന്നെയും കുറേയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഇത് ഉണ്ട്. ഇവിടെ ഒരു
എൻ്റെ പിങ്കിക്കുട്ടി പോവാതിരിക്കാൻ വേണ്ടി ഒരു നെറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ, അതിനടുത്ത് മാറ്റാം. ഇന്നിത്തിരി വെയിലുണ്ട്, ഇവിടെയൊക്കെ അടിച്ച് വാഴണമെന്നൊക്കെ ഉണ്ട്. കവറൊക്കെ കാറ്റത്ത് വന്ന് വീണേക്കുന്നത്. ആ വാഴ ഉണ്ട ഒരെണ്ണത്തിനെ കെട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഈ വാഴയെല്ലാം കൂടി മറിഞ്ഞ് നമ്മുടെ പപ്പായയുടെ പുറത്തൂടെ വന്ന് വീണ്. പപ്പായയും പഴുത്തൊക്കെ നിൽപ്പുണ്ട് ഒരെണ്ണം. കണ്ട, മഴയിൽ മറിഞ്ഞ് വീണതാണിതാ. നമ്മുടെ ഷീറ്റിൻ്റെ പുറത്തൂടെയാണ് വീണ് കിടക്കുന്നത്. പിന്നെ അതുപോലെ ഇവിടെ മേളിലിരുന്ന ഫുൾ പ്ലാന്റ്സും താഴെ എവിടെയെങ്കിലുമൊക്കെയാണ് വെച്ചേക്കുന്നത്. എല്ലാം പോയതാണ്ട്. നിറയെ ഉണ്ടായിരുന്ന റോസാണ്. ആ റോസും പോയി. അപ്പോൾ അങ്ങനെ ബാക്ക് സൈഡൊക്കെ അങ്ങ് വൃത്തികേടായി കേട്ടോ. അതാ ഇവിടെ ഈ ഒരു പിച്ചി ഉണ്ടായിരുന്നു. ഈ പിച്ചി മുകളിലാണ് വെച്ചിരുന്നത്. കാറ്റത്ത് വന്ന് വീണ് ചെടിച്ചട്ടി എല്ലാം പൊട്ടിപ്പോയി. മുകളിൽ ഷെയ്ഡിൽ വീണ് കിടന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങളെടുത്ത് താഴോട്ട് എടുത്തെറിഞ്ഞ് അതിനെടുത്ത് വച്ചിട്ടുമില്ല. അതാ പൊട്ടിപ്പോയത്. നല്ല പിച്ചിയായിരുന്നു. എല്ലാം ഇഷ്ടം പോലെ നാശങ്ങളായിപ്പോയി. ഇപ്പം നാശനഷ്ടമെന്ന് പറഞ്ഞാലും പോരാ. അപ്പം ഇവിടെ എല്ലാം അങ്ങ് എന്തോ പോലെ ആയിപ്പോയി കേട്ടോ. മഴ വന്നിട്ട് നമുക്കൊന്നും ചെയ്യാനും തോന്നാത്തൊരു അവസ്ഥയാണ്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പോലും. ഇവിടെ ഒരു മുരിങ്ങ നിൽപ്പുണ്ട്. കണ്ട, അതിൽ കൂടെ ഈ അഴുക്ക ചെടിയെല്ലാം കയറും. മുരിങ്ങ ഇഷ്ടം പോലെ ഒടിഞ്ഞു പോയി കേട്ടോ. കുറേ അങ്ങ് ഒടിഞ്ഞ് അപ്പുറത്തോട്ട് വീണ് പോയി. ഇഷ്ടം പോലെ അങ്ങ് മുരിങ്ങ. എല്ലാം ഉണ്ടോ, ഇതെല്ലാം പന്ന ചെടിയാണ് കൂടുതലും. ഇതിനകത്തോട്ട് കയറിയിട്ട് നമ്മുടെ ഇതിലേക്ക് ഇങ്ങനെ വരും. ആ ഒരിതാണ്. അപ്പോൾ ഇതെല്ലാം ഇഷ്ടം പോലെ ചീത്തയായിപ്പോയി ചെടികൾ ഫുള്ളും. ഇടയ്ക്ക് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ഇട്ടതായിരുന്നു, ഇതുപോലുള്ളൊരു വീഡിയോ. പക്ഷേ ഇപ്പോൾ ഒരുപാട് അങ്ങ് ഇല്ലാതായി. ഇപ്പോൾ വാഴയെല്ലാം നമ്മൾ കുറേ അങ്ങ് വെട്ടിക്കളഞ്ഞു. പിന്നെ ഇവിടെ ഒരു വാട്ടർ ലില്ലി എല്ലാം കൂടെ കൊണ്ടുവച്ചതായിരുന്നു. അപ്പം ഇവിടെ വെയിലില്ലാത്തത് കാരണം കണ്ടോ പോയി. എനിക്ക് താഴെ ഒന്നും വയ്ക്കാൻ പറ്റത്തില്ല. ഒരെണ്ണം ഞാൻ പരീക്ഷണത്തിന് വേണ്ടി ഇവിടെ വെച്ചതാണ്. കുറേ ഒച്ചു മാത്രം ഉണ്ട് ബാലൻസ്, ബാക്കിയൊന്നും കിട്ടത്തില്ല. ഇപ്പം കിടക്കുന്ന വാട്ടർ പ്ലാന്റ്സ് ആയാലും ഈ ഒച്ചെല്ലാം തിന്ന് നശിപ്പിക്കും. ഞാൻ ഒരു ടബ് എടുത്തിട്ട് മുകളിൽ കൊണ്ട് എന്തെങ്കിലും വെക്കണം. ഇവിടെ വെച്ചിട്ട് ഒരു കാര്യവുമില്ല, വെയിൽ കിട്ടാത്ത സ്ഥലമാണ്. അതാണ്. ഈ ജാമ്പ എല്ലാം മുകളിലിരുന്ന സാധനങ്ങളാണ് കേട്ടോ. എല്ലാം താഴെയായി. ഇപ്പം മുകളിൽ ഒരു പൊടിയും സ്ഥലമില്ലാത്ത അവസ്ഥയായിപ്പോയി. ഈ വാഴ ഉണ്ടോ, വാഴ കെട്ടിയിരുന്നതാണ്, അങ്ങ് മറിഞ്ഞു പോയി. നമ്മുടെ പപ്പായയും കൊണ്ട് അങ്ങ് മറിഞ്ഞ് ഷീറ്റിലാണ് നിൽക്കുന്നത് ഈ വാഴ. എപ്പോഴാണ് വീഴുന്നതെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ എല്ലാ പ്ലാന്റ്സും ഇല്ലാതായിപ്പോയി. ഇഷ്ടം പോലെ അങ്ങ് നമുക്കൊന്നും ചെയ്യാനും തോന്നില്ല. മഴയാകുമ്പോഴേ ഒത്ത് വൃത്തിയാക്കാനോ ഒന്നും തോന്നത്തുമില്ല. മുകളിൽ നിന്ന് കാണിക്കുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയാണ്. ഇന്ന് ഇച്ചിരി വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴ കുറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു സ്കൂൾ തുറക്കാനായിട്ടൊരു കുറഞ്ഞ് വന്നതായിരിക്കാം മഴ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴയും വെള്ളമൊക്കെ നോക്കി ടെറസിൻ്റെ മുകളിലൊക്കെ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളവരും എല്ലാവരും സൂക്ഷിച്ചൊക്കെ കയറാനും ഇറങ്ങാനും ഒക്കെ നോക്കുക. നമുക്ക് മേളിൽ നിറയെ പായലാണ് കേട്ടോ. ഈ ഷീറ്റില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം എപ്പോഴാണ് വന്ന് വീഴാമെന്ന് നോക്കി സൂക്ഷിച്ച് വേണം നമ്മൾ നടക്കേണ്ടതും ഒക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.